ബോസ് ഹൗസിൽ സാബുമാൻ നിൽക്കുന്ന PR വർക്ക് കൊണ്ടാണോ അതോ കള്ള വോട്ട് കൊണ്ടാണോ? ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ. കൂടുതൽ ചാനലിലേക്ക് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് പറയുന്നത് വേറെ ഒന്നല്ല. ഞാനെടുത്ത പുതിയ ബിഗ് ബോസ് അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടാൻ വേണ്ടി. അപ്പം നമുക്ക് അവിടെ കാര്യത്തിലേക്ക് കിടക്കാം. ബിഗ് ബോസ് ഹൗസിൽ വൈൽഡ് കാർഡായി വന്ന മത്സരാർത്ഥിയാണ് സാബുമാൻ ഇപ്പോഴും അവിടെ പിടിച്ചു നിൽക്കണമെങ്കിൽ പല ആളുകളും ചോദിക്കുന്നുണ്ട് സാബുമാൻ PR വർക്ക് ഉണ്ടോ എന്ന്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ സാബുമാൻ PR വർക്ക് ഉണ്ട്. സാബുമാൻ PR വർക്ക് മാത്രമല്ല, ചിലപ്പോൾ കള്ള വോട്ടും ചിലപ്പോൾ കാണും. എന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, കൂടുതൽ ഈ ബോട്ട് നമ്മൾ യൂട്യൂബിലൊക്കെ സബ്സ്ക്രൈബൊക്കെ ബോട്ട് ഇൻസ്റ്റാഗ്രാം ഫോളോവേഴ്സ് നിങ്ങൾ കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങനെ കമ്പ്യൂട്ടറിൻ്റെ ഒരു ഇതിൻ്റെ ഇതോടുകൂടി നമുക്ക് വോട്ട് ചെയ്യാൻ പറ്റും. എന്ന് വെച്ചാൽ സാബുമാൻ പൈസ കൊടുത്തെന്നല്ല പറഞ്ഞത്, അങ്ങനെ ചിലപ്പോൾ സാധ്യതയുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അല്ല, ഇത്രയും ഒന്നും കളിക്കാത്തൊരു മത്സരാർത്ഥി വെറുതെ അവിടെ പോയി തിന്നുക, കുടിക്കുക, ഉറങ്ങുക, ഈ ഒരു മത്സരാർത്ഥി അവിടെ നിൽക്കണമെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ പൊടിക്കൈയോടെ കളിക്കുന്നുണ്ട്. ഒന്നെങ്കിൽ PR വർക്ക് കൊണ്ടായിരിക്കാം, ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞ വോട്ടിംഗ് ഇതുണ്ട്. അപ്പം കഴിഞ്ഞ തവണ മത്സരാർത്ഥി സിജോ പറഞ്ഞ ഒരു കാര്യമുണ്ട്. വോട്ടിങ് ഈ വോട്ട് ഔട്ട് കൊടുക്കാൻ പറ്റും കമ്പ്യൂട്ടറിൻ്റെ ഇതോടുകൂടി, അങ്ങനെ ചെയ്യാൻ പറ്റും. അങ്ങനെ പല ആളുകളെ എനിക്കറിയാം, ചെയ്യുന്ന ആളുകളെ അറിയാമെന്ന് സിജോ കഴിഞ്ഞ ദിവസം പറയുന്നുണ്ടായിരുന്നു. ഇപ്പം സാബുമാൻ അവിടെ ഇത്രയും നാളും പിടിച്ചു നിൽക്കുന്നത് പല ആളുകളുടെ സംശയമാണ് PR വർക്കാണ്. PR വർക്ക് ഉണ്ട് പുള്ളിക്ക്. ഇല്ലെങ്കിൽ ഈ ഒരു വ്യക്തി ബിഗ് ബോസ് ഹൗസിൽ നിന്ന് ഒരാഴ്ച ഉള്ളിൽ പുറത്താകേണ്ടതാണ്. എന്നിട്ട് പുറത്തായത് ജിഷ്ണെ പോലുള്ള നല്ലപോലെ ഗെയിം കളിക്കുന്ന വ്യക്തികൾ. അപ്പം PR വർക്ക് ഉണ്ട്. അത് പുറത്തായ നമ്മുടെ പ്രവീൺ തന്നെ പറഞ്ഞിട്ടുണ്ട്. പ്രവീണൊക്കെ നല്ലപോലെ ഗെയിം കളിച്ചാണ്, പ്രവീൺ വരെ പുറത്തായി. അപ്പോൾ പ്രവീൺ പറഞ്ഞിട്ടുണ്ട് ഈ സാബുമാന അല്ലെങ്കിൽ പിന്നെ എത്രയും വോട്ടിങ് എങ്ങനെ കിട്ടുന്നത്? 1-2 വോട്ടല്ലല്ലോ, 5 ലക്ഷം 6 ലക്ഷമൊക്കെ വോട്ട് കിട്ടുന്നുണ്ടെങ്കിൽ സാബുമാന് PR വർക്കുണ്ട്. ചിലപ്പം ഈ ഒരു സംഭവമായിരിക്കും. ചിലപ്പം ആളുകൾ പുള്ളി ഇഷ്ടപ്പെട്ടിട്ട് വോട്ട് കൊടുത്തതുമായിരിക്കാം. എന്നുവെച്ചാൽ പുള്ളി ആരോടും മെക്കെട്ട് കയറാനോ ആരോടും വൈരാഗ്യം വെക്കാനോ ഒന്നും ഇല്ലല്ലോ. ചുമ്മാ തമാശയൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുകയല്ലേ ഉള്ളൂ. അപ്പം അതുകൊണ്ടായിരിക്കാം. പക്ഷേ നമ്മൾ പറയുമ്പോൾ നമുക്കെല്ലാം പറയണമല്ലോ. അപ്പോൾ എൻ്റെ കൊച്ചുകൂടെ അവസാനിക്കണം. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോയിലേക്ക് ഷെയർ ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. താങ്ക് യു, ബൈ.